വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയൊക്കെ ആയിട്ട് നല്ല തണുപ്പായിരുന്നു ഉറങ്ങാൻ. ഇനിയിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഇനി പല്ലൊക്കെ തേക്കണം. അപ്പോൾ ഇതിൽസ് വെച്ചാൽ ആദ്യമായിട്ട് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സത്യം പറയാലോ, പകുതി ആയതുകൊണ്ട് നേരത്തെ എഴുന്നേക്കാറ് പോലുമില്ല. കണ്ടോ, നേരം വെളുത്തു. നമുക്ക് പല്ലൊക്കെ തേക്കാം കേട്ടോ. ഗൈസ്, പല്ല് തേക്കുന്നതിന് മുമ്പ് ഞാൻ മുടിയൊക്കെ ഒന്ന് ചീക്കി വെച്ചിട്ട് പല്ല് തേക്കാൻ പോവേ. ഓക്കെ. ഗൈസ്, ഞാൻ എഴുന്നേറ്റ് പല്ല് തേക്കാണ്ട് വന്നപ്പോൾ നമ്മുടെ മാമൻ പല്ല് തേക്ക് വരുന്ന കേട്ടോ. നമ്മുടെ ദിനക്കുട്ടി രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ ചേച്ച് ഓട്സൊക്കെ തിന്ന് കേട്ടോ. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. മേളിലൊരു സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനും കൂടെ പല്ല് വെച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ അച്ചക്കുട്ടൻ്റെ ഇവിടെ കപ്പ വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പോകാൻ അല്ലേ അല്ലേ? ഹായ് പറയാം. അമ്മ എവിടെ ഇരിക്കുന്നു? ഡിൽജ എവിടെ ഇരിക്കുന്നു? മാമനത് അവിടെ ഷേവ് ചെയ്യുക. ഞാൻ അവിടെ ചുമ്മാ നിൽക്കുകയാണ്. ചിറ്റമ്മ ഇപ്പോൾ നമ്മുടെ മാമനത് ഇവിടെ നിന്ന് ഷേവ് ചെയ്യുവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ചായ കുടിക്കാൻ പോവാണ്. ദിൽജ ഇന്നലെ അച്ഛനെ കൊണ്ട് രാത്രി പോയി ഓട്സ് മേടിപ്പിച്ചായിരുന്നു. അപ്പോൾ ഓട്സ് ആണ് രാവിലെ തിന്നുന്നത്. ചായ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഓട്സ് തിന്നാം. ഇന്നലെ ഈ പ്രാവശ്യം തിന്നായിരുന്നു. ഇന്നലെ ദിൽജ അമ്മയെ കൊണ്ട് കൊണ്ടുവന്നപ്പോഴും മേടിപ്പിച്ചായിരുന്നു കേട്ടോ. അല്ല, ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ മൊത്തം ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഞാനിവിടെ ഓട്സ് തിന്നിട്ടുണ്ട്. അപ്പം മാമനതേ തുണിയൊക്കെ തേക്കുന്നുണ്ട്. അവിടെ പോവാം മാമ. അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പം മാമ വലിയ പ്രൊഫഷണൽ തുണി വെച്ചോണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ തേപ്പുകാരനാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഓർക്കും ഞങ്ങളെല്ലാം ഒരുങ്ങിട്ട് അവിടെ പോവാന്ന്. അപ്പോൾ മാമൻ അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു അല്ലേ? ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. അപ്പൊ ഞാനും കൂടെ വണ്ടി ഗൈസ്, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണേ. ടാറ്റാ.
ഗൈസ് നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇനി അമ്പലത്തിൽ കയറാം. ദിൽജ അവിടെ നിൽപ്പുണ്ട്, മാമയുടെ നിൽപ്പുണ്ട്. എന്താണെന്നറിയില്ല, ഇന്ന് ഒറ്റ ആൾക്കാരില്ല കേട്ടോ. അമ്പലം ഭയങ്കരമായിട്ട് സൈലൻസ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിലൊക്കെ കയറി. എന്നാ എനിക്ക് പറയണ്ടേന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ ലൈക്ക് അടിക്കണം കേട്ടോ, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, പിന്നെ കമൻറ്റും കൂടെ ചെയ്യണം. ഓക്കെ. ഓ രണ്ടുപേരും പക്ഷെ നമ്മൾ ഒരു അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞു. നമ്മൾ അടുത്ത അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി പോകണം. ഹിഹി ദിൽജ ഹായ് പറ. നല്ല രസമാണ് കേട്ടോ ഗൈസ് ഇവിടെ കാണാൻ. ഇവിടുത്തെ വെള്ളം വറ്റിക്കുവാണോ പക്ഷേ നമ്മുടെ അമ്പലത്തിനടുത്ത കുളം കേട്ടോ. ഇവിടുത്തെ വെള്ളം മൊത്തം വറ്റിക്കുവാണ്. ആ അതെ, അവിടെ പണിതോണ്ടിരിക്കുക. അപ്പൊ വെള്ളം വറ്റിക്കുക അല്ലേ. ഓക്കെ, നമ്മളിനി അടുത്ത അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. മാമൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായി. നമുക്ക് അടുത്ത അമ്പലത്തിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത അമ്പലത്തിലും വന്നിട്ടുണ്ട്. ഇവിടെ എന്റെ ബർത്ത്ഡേ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം വിഷുവിൻ്റെ വന്നു, അതെ മഹോത്സവത്തിൻ്റെ വന്നു. പിന്നെ വേറെ ഒരു ദിവസം മാമ വന്നപ്പോ നമ്മളെ കൊണ്ടുപോയി. എന്തിന് അത് അമ്പലത്തിലെ പോകണം, അവിടെ നിന്ന് പറിക്കാൻ പറയും. ഇവിടെ ഒരാള് പൂ പറിച്ചു തരാൻ പോയിട്ട്. അപ്പൊ നമുക്ക് അമ്പലത്തിലോട്ട് കയറിയാലോ. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ നിന്നും പോവാണ്. രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ടല്ലേ. ഇനി നമ്മൾ എങ്ങോട്ടാണ് മാമ പോകുന്നത്? യെസ്, നമ്മൾ വീട്ടിലേക്കാണ് ഇനി വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ കാപ്പി കുടിക്കുകയാണ്. അതെ, കപ്പയും മീൻകറിയാണ്. പിന്നെ എനിക്ക് ജലദോഷമാണ് ഗൈസ്. പിന്നെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്, സ്മെല്ലൊന്നും കിട്ടത്തില്ല. അപ്പോൾ തിരിച്ചവിടെ ഉണ്ട്. കാപ്പി കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കാപ്പി കുടിച്ചിട്ട് കാണാം. അപ്പോൾ മാമനിപ്പോൾ കാപ്പി കുടിച്ചിട്ട് മുറി കയറി. അപ്പം കാപ്പി. അപ്പോൾ ഗായ്സ് ഞാൻ മുഖം കഴുകിയതാണ് കേട്ടോ. അതിലെല്ലാം കൂടെ പടർന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജലദോഷത്തിൻ്റെ മരുന്നൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് നേരം ഫോണിൽ പണിയണം.
അവധിക്കാലല്ലേ, അപ്പോൾ ഫോണിലൊക്കെ പറയാം. അപ്പോൾ ഫോണിൽ പെടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇപ്പം അമ്മ വെളിയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ഡയറി യെസ് പുറത്ത് പോയിട്ട് ഒരു ഡയറി മിൽക്ക് മേടിച്ചിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ തിന്നുകൊണ്ട് ഇരിക്കുന്നു കേട്ടോ. ഗൈസ് ഇവിടെ മഴ പെയ്യാണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് തൂളുന്നുണ്ട്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. ദിൽജായി അമ്മ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ചോറും ഇട്ടില്ല കേട്ടോ, എനിക്ക് വിശക്കുന്നില്ല. സമയം 1:30 കഴിഞ്ഞ്, 1:45 മഴയൊക്കെ ചെറുതായിട്ട് തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല തണുപ്പായിരിക്കും. ദിൽജാടെ ഇവിടെ വീണിട്ടുണ്ട് വെള്ളത്തുള്ളി, കാണാൻ പറ്റുമോ എന്തോ. അപ്പോൾ നമുക്ക് മഴയെ വെയിറ്റ് ചെയ്യാം അല്ലേ. നല്ല തണുത്ത കാറ്റാട്ടോ ഗൈസ്. നമ്മുടെ ഇവിടുത്തെ പൂ നോക്കൂ, നല്ല രസമില്ലേ ഗായ്സ്. ഹലോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടെ മഴയൊക്കെ പെയ്തു. ഇപ്പം സമയം നോക്കട്ടെ, 5:46 കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ചോറൊന്നും ഞാൻ ഉണ്ടിട്ടില്ല, എനിക്ക് വിശപ്പില്ല. പിന്നെ ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാനും ദിൽജി അമ്മയും എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ ഉറങ്ങിപ്പോവാൻ ഒരു കാരണമുള്ളൂ, മഴയായിരുന്നു. ഇപ്പം നമ്മുടെ എൻ്റെ പേരും മറന്നതല്ലോ, പടുവയിൽ വെള്ളമൊക്കെ വീണ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി വിളക്കൊക്കെ കത്തിക്കണം. എന്നിട്ട് നമുക്ക് ചോറ് തിന്നണം. വിശക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ചോറ് ഉണ്ടിട്ടില്ല, വിശക്കുന്നില്ലായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചോറൊക്കെ ഉണ്ണണം. അപ്പോൾ മഴയൊക്കെ ആയിരുന്നു, നല്ല സുഖമായിരുന്നു കേട്ടോ തണുപ്പത്തിൽ കിടന്നുറങ്ങാൻ. അപ്പോൾ പോയി ചോറൊക്കെ ഉണ്ടിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗായ്സ് ഞാൻ ഉച്ചക്കത്തെ ചോറ് ഉണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. എന്താ പറയുക, നമ്മുടെ ചോറുണ്ട്. തിരിച്ചെവിടെയുണ്ട് നമ്മുടെ ചോറുണ്ട്, മീൻകറിയുണ്ട്, ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, മോര് കറിയുണ്ട്. അപ്പോൾ ഇത്രയുള്ളായിരിക്കും നമ്മുടെ വീഡിയോ. ഇനി ഔട്ടറോയും കൂടെ ചോറുണ്ടിട്ടെടുക്കണം. പിന്നെ രാത്രിയിലത്തെ ചോറുണ്ടെങ്കിൽ അത് ഉണ്ണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചോറുണ്ണാം. ഇത് ഉച്ചക്കത്തെ ചോറാണ്. ഞാൻ തിന്നുന്ന സമയം പറഞ്ഞുതരാം, 6:58. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ചോറുണ്ടിട്ട് കാണാം. ബൈ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇനി ചോറൊക്കെ ഉണ്ടിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് ഫോണിലൊക്കെ പണിത് TV ഒക്കെ കണ്ട് കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു അവധിക്കാല ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്ന ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.